എടി അന്നക്കുട്ടി, അന്നക്കുട്ടി അറിഞ്ഞോ? ചാവടി വലിയ ഗൂഢാലോചന. എന്താ കാര്യം? കാര്യത്തിന് വലിയ പുതുമയൊന്നുമില്ല. നിന്റെ കല്യാണക്കാരൻ തന്നെ. ഇപ്പോൾ അപ്പനും വന്നിട്ടുണ്ട്. നീ ഞെട്ടണ്ട, ഇത് നടന്നത് തന്നെ. ഈ ഞായറാഴ്ച ഉറപ്പിയില്ലേ 25 പേരാ ഇങ്ങോട്ട് വരുന്നത്. പോത്ത്, താറാവ്, കരിമീൻ, കട്ട്ലേറ്റ്, പോത്ത് ലിസ്റ്റ് വരെ തയ്യാറായി കഴിഞ്ഞു. അപ്പം പാചകക്കാരെ വിളിക്കാൻ കുഞ്ഞാപ്പി വിട്ടു കഴിഞ്ഞു. ദൈവം തന്നെ അനുഗ്രഹിക്കും. നീ എങ്ങനെയൊന്ന് മനസ്സിലാക്ക. ഒന്നും പറയണം, എനിക്ക് പഠിച്ചു പോയാ മതി. എന്റെ പൊന്നാകളെയല്ലേ, എനിക്ക് കല്യാണം വേണ്ടടോ. എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ല. മുറിക്ക് വേണ്ടി പൈലോച്ചൻ, അതായത് എന്റെ അപ്പം പോലും 5 കോല അകലെ എന്നെ വർത്താനം പറയൂ. പിന്നെ ആയി കറിവേപ്പില്ല. നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ, നീ തന്നെ ഒന്ന് കാലുപിടി. എന്നെ വിട്ടുകളാ മോളെ. അന്നക്കുട്ടി നിന്നേ, ഞാൻ മോളോട് ഒരു കാര്യം പറയാൻ പോവാ. മോൾ അനുസരിക്കണം. എന്താ പേരപ്പ? മോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട. അതെന്താ പേരപ്പ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. പിന്നെ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറയരുത്. ഇന്നലെ വാഴപ്പള്ളിയിൽ ചെറുക്കന്റെ ആൾക്കാർ വന്നിരുന്നു. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു. നാളെ കഴിഞ്ഞ് വാഴപ്പള്ളി വെച്ച് നിന്റെ കല്യാണം ഒട്ടിക്കലാ. നിന്റെ അപ്പനെ അടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച മനസ്സമ്മതം, 2 ആഴ്ചക്കുള്ളിൽ കല്യാണം. കുറച്ചിലോ പിഴിച്ചിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വീട്ടു പോകരുത്. ഒരു കുഴപ്പമില്ല. കുറെ നാളായി ഞാൻ കാല് പിടിക്കുന്നു. കുറെ ഏറെ കൊഞ്ചിച്ചു. എന്റെ മോക്ക് നല്ലതേ വരൂ. അന്നക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണം നിറഞ്ഞ ദിവസമായിരുന്നു അത്. ഒരു നിത്യകന്യകയായി യേശുവിനു വേണ്ടി ഒരു സമർപ്പിത ജീവിതം. കുഞ്ഞുനാളിലേക്കുള്ള ആഗ്രഹം ഇതാ തച്ചുടയാൻ പോകുന്നു. എല്ലാവരും വർണ്ണിക്കുന്ന തന്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം. നശ്വരമായ സൗന്ദര്യത്തെക്കാളും അനശ്വരമായ ദൈവിക സൗന്ദര്യമാണ് താൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന മുടങ്ങണം. പതിര് കത്തിയെരിയുന്ന ചാരക്കുഴിയിലെ തീയിൽ കാല് കുറച്ച് പൊള്ളിച്ചാൽ ഈ ആലോചന മുടങ്ങും. കുറച്ച് വേദന സഹിച്ചാലും എന്റെ യേശുവിന് വേണ്ടി ജീവിക്കാൻ തനിക്ക് സാധിക്കും. ഇതിനേക്കാൾ എത്രയോ പേരുടെ വേദനയാണ് യേശുനാഥൻ കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി സഹിച്ചത്. അതിന്റെ ചെറിയൊരംശം ഞാനും സഹിക്കണം. കാലിലെ ഒരു വിരൽ പൊള്ളിക്കുവാൻ സഹനത്തിന്റെ തീച്ചൂളയിലേക്ക് സ്വയം അവൾ കാലുകൾ നീട്ടി.
കേൾക്കുന്നേ? ആരോടെ കരയുന്നേ? എന്ത് പറ്റി നിനക്ക്? അന്നക്കുട്ടിയെ, അന്നക്കുട്ടി, നീ എവിടെ അന്നക്കുട്ടി? നിനക്ക് എന്ത് പറ്റി അന്നക്കുട്ടി? അന്നക്കുട്ടി എവിടെയാ കിടക്കുന്നത്? നീ പുറകോട്ട് ആവട്ടെ. എടി അന്നമ്മേ, അന്നക്കുട്ടി, നീ എവിടെയാ? അന്നക്കുട്ടിയെ, വിലക്കെടുക്ക്. ഇവിടെ. എവിടെയാ? എവിടെയാ അന്നക്കുട്ടി? അങ്ങനെ അഗ്നിയിൽ സുടം ചെയ്ത കന്യാത്തം തമ്പുരാന് സമർപ്പിക്കാനായി അന്നക്കുട്ടി 1927 പെന്തക്കോസ്താ ദിനത്തിൽ ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ ചേർന്നു. 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിക്കുകയും ആഗസ്റ്റ് 12 1936 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. 1946 ജൂലൈ 28 ദൈവസന്നിധിയിൽ വിലയം പ്രാപിച്ച അൽഫോൻസാമ്മ 1984 ധന്യയാവുകയും 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് വെച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2008 ഒക്ടോബർ 12 പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധിയുടെ സഹന തേജസ്സായി ഉയർത്തി. സഹനത്തെയും രോഗത്തെയും ദൈവത്തിന്റെ മൃദുലമായ കൈവിരൽ തുമ്പുകളുടെ കാരുണ്യ സ്പർശമായി അനുഭവിച്ച അൽഫോൻസാമ്മ സ്നേഹത്തിന്റെ തിരയൊടുങ്ങാത്ത സാഗരമായിരുന്നു. ആ സഹനത്തിന്റെ മാലാക നമ്മുടെ ജീവിതപാതയിൽ എന്നും വെളിച്ചം പകരട്ടെ.